പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഷാവുൽ തക്കൻ. 2025 മെയ് 4 തീയതി 4 സുന്നി സംഘടനകളുടെ കീഴിൽ വഖഫ് ഭരണഘടന സംരക്ഷണ സമ്മേളനം എറണാകുളത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല പ്രതീക്ഷയോടുകൂടി ഒരുപാട് അണികളും നേതാക്കളൊക്കെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അതിന്റെ അവസാന ഘട്ടം വരുമ്പോൾ ചില ആളുകൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യം തോന്നുന്നു. എന്തിനാണ് പങ്കെടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ 4 സുന്നി സംഘടനകളും ഒരുമിക്കുന്നതിലുള്ള പ്രയാസം ആർക്കൊക്കെയുണ്ട്. APEK, സംസ്ഥാന ദക്ഷിണ കേരള, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സുന്നി ആശയമുള്ള നേതാക്കളും പ്രസ്ഥാനവും ആണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഞമ്മന്റെ അവസ്ഥ എന്താകും എന്നുള്ളത് ആർക്കോ ഉണ്ട്. ഒരാൾ പറഞ്ഞു, സയ്യിദന്മാരെ കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദന്മാരെ ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് പങ്കെടുക്കാത്തത്. പറയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഇരിക്കട്ടെ. പിന്നെ മറ്റൊരു വാർത്ത കണ്ടത് EK വിഭാഗത്തിന്റെ ആദരണീയനായ നേതാവ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അദ്ദേഹം ഓൺലൈനിൽ പങ്കെടുക്കുന്നു എന്ന വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പം നടന്ന കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം, അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു രസകരമായ സംഭവം നമ്മൾ കണ്ട് ഒരുപാട് ആളുകൾ ട്രോളിയിട്ടും ഒരു കുലുക്കല്ലാണ്ടിരിക്കുന്ന ചില ആളുകളെയാണ് നമ്മൾ കണ്ടത്. വലിഞ്ഞു കയറി, ക്ഷണിക്കാൻ പോലും ആരില്ലാതെ വലിഞ്ഞു കയറി വന്നിരുന്നിട്ട് അഭിവാദ്യം ചെയ്ത് അത് ചാനലുകാർ എടുത്തു കാണിക്കുകയും ഒരുപാട് ട്രോളുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ അനുകൂലിച്ച് ചാനൽ ചർച്ച നടത്തുന്നവർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. അങ്ങനൊന്നും പോയിരിക്കേണ്ട കാര്യമില്ല, അത് വലിയൊരു പരിഹാസ്യത്തിന് അവസരം ഒരുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു ഭാഗത്ത് നമുക്ക് എന്തായാലും കുഴപ്പമില്ല, കസേര മതി, അതൊരു ഭാഗത്തിട്ടോ. ഇപ്പുറത്ത് നമ്മളെ കസേര എന്താകും, ഇവരിങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള ആശയക്കുഴപ്പമാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ഫാഷിസമാണ്. ഞമ്മന്റെ ഉള്ളിലുണ്ട്. അതിങ്ങനെ ഒരു വലിയ പരമ രഹസ്യമായ ഒരു പരസ്യം തന്നെയാണ്. അല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ചില മഹല്ലുകളിലെ വിഷയങ്ങൾ നമ്മൾ വാർത്തകളും മറ്റു വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിങ്ങളവിടെ വരാൻ പാടില്ല, നിങ്ങളിവിടെ ഇരിക്കാൻ പാടില്ല. എന്നാൽ ഒരേ ആശയമുള്ളവരാണ്. ഒരേ ആശയമല്ലാത്ത മറ്റ് ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവരാണെങ്കിൽ ഓക്കെ. ഇത് നിലവില് ഒരേ ആശയവും ഒരേ നിലപാടും ഒന്നും വ്യത്യാസമില്ലാതെ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ ഒരു വ്യത്യാസമില്ലാതെ പിന്തുടരുന്ന ഇരുവിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ നിശിതമായിട്ട് എതിർക്കുകയും അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു ഫാഷിസം എന്ന് പറയുന്നത് ഞമ്മന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ പല സ്ഥലത്തും എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ്, അവിടെ എങ്ങനെ നടക്കുന്നു, ഇവിടെ എങ്ങനെ നടക്കുന്നു, ന്യൂനപക്ഷങ്ങളോട് എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുക വഴി ഞമ്മന്റെ ഈ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള വല്ലാത്തൊരു ബേജാറാണ്. ആ ബേജാറിൽ നിന്നുകൊണ്ടാണ് ഇവിടെ അധികാരം കിട്ടാത്ത ആൾക്കാർ കസേര കണ്ടപ്പോ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും നമ്മളാണ് വലിഞ്ഞു കയറിപ്പോയി സ്റ്റേജിൽ കുത്തിരിക്കുക. അതേപോലെ നമ്മൾ ഇതേപോലെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുന്നി ആശയമുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഞമ്മന്റെ അവസ്ഥ എന്താകും, കസേര പോയി പോവോ എന്ന ഭയം കൊണ്ട് നടക്കുന്ന ആളുകൾ. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ത് മെസ്സേജാണ് ഇതിൽ നിന്ന് നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത്? സുന്നി ആശയമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടടക്കുന്ന ആളുകൾ അവർ ഒരുമിച്ച് കൂടിയിട്ട് നടത്തട്ടെ എന്ന്. അവരൊരു സമ്മേളനമോ പ്രതിഷേധമോ അവരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അതിന് എതിരിലുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവർ പറയട്ടെ. എന്നിട്ട് നോക്കിക്കാണൂ, ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മാന്യമായിട്ടുള്ള പ്രതികരണം അറിയിക്കൂ, അല്ലെങ്കിൽ പങ്കെടുപ്പിക്കാത്തതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. ഇതൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ആ വലിയ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് വലിയ ഒരു ജന സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക് ആ സമ്മേളനത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് കുറെ ആളുകൾ. അതിന് കച്ചകെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് അതിന്റെ വീഡിയോസും വാർത്തകളും വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വരുന്ന ആളുകൾ ഒരു 10 ആളെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ ആ കുറഞ്ഞതെങ്കിലും കാണാലോ എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം. കാരണം ജനനിബിഡമായിട്ട് 4 സുന്നി സംഘടനകളുടെ കീഴിൽ അത് വലിയൊരു പ്രൗഢമായിട്ടുള്ള ജനനിബിഡമായിട്ടുള്ള ഒരു സമ്മേളനമായി മാറിക്കഴിഞ്ഞാൽ എന്ത് വല്ലാത്തൊരു കഷ്ടാവത് നമ്മളെ കീഴിലല്ലോ നടക്കുന്നത് എന്നുള്ള ഒരു ആദി സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. അതിൽ നിന്ന്
ഉയർന്നു വരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊന്നും ആരും വലിയ പ്രാധാന്യം കൊടുക്കരുത്. ഏത് സംഘടനയാണെങ്കിലും അത് അവരുടെ ശക്തി തെളിയിക്കുന്നതായിരിക്കണം. അതിന് പൂർണ്ണ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, സമ്മതമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ നടത്തൂ, നോക്കാം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സർവാത്മന പിന്തുണ നൽകാമെന്നാണ് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ. ഏതായാലും ഇരിക്കട്ടെ, നമുക്ക് നോക്കിക്കാണാം. ഇന്ന് വൈകിട്ടാവുമ്പോഴത്തേക്കും ഏകദേശം ഒരു ചിത്രം നമുക്ക് മുമ്പിൽ വരും എന്ന് പ്രതീക്ഷിക്കാം. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. വഖഫ് സംരക്ഷണത്തിന് വേണ്ടി സമ്മേളനം നടത്തുന്ന എല്ലാ പ്രതിനിധികൾക്കും അണികൾക്കും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്.